നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെക്കുറിച്ചും അതോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചും മോയിൻകുട്ടി വൈദ്യർ തൻ്റെ ഹൈജറ എന്ന കൃതിയിൽ പരാമർശിച്ച ഏതാനും ചില വിരുദ്ധങ്ങൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, വിസ്മയിക്കും മദ്ഹിൻ നിശലുകൾ ഇതാ പാടുന്നേ. അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ, മുസ്തഫ നബി തങ്ങളിൽ സ്തുതി ഇതാ പാടുന്നേ. അള്ളാഹുവിൻ്റെ അന്ത്യദൂതരായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്യ സ്ഥലമായ മക്കയിൽ ജനിച്ചു. ലോകമെങ്ങും തിങ്ങി വിളങ്ങി സൂര്യ സമാനമായ തേജസ് അതാ ആ വെട്ടം സമീപ പ്രദേശങ്ങളിലാകെയും വ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തോടനുബന്ധിച്ചുണ്ടായ ആയിരമായിരം അത്ഭുതങ്ങൾ പ്രസിദ്ധമാണ്. അവയിൽ നിന്ന് ചിലത് മാത്രം. മക്ക മുക്കിയ ഫദിക്കുദിക്ക് ഇறை ഹക്കിൻ ഹക്ക് നബി ഹാത്തിമ, മങ്കം എങ്കുമേ വിളങ്ങി തിങ്കവേ ഫദങ്ങളങ്ക് ചുടർ ശുദ്ധമാ. മക്ക മുക്കിയ ഫദിക്കുദിക്ക് ഇறை ഹക്കിൻ ഹക്ക് നബി ഹാത്തിമ, മങ്കം എങ്കുമേ വിളങ്ങി തിങ്കവേ ഫദങ്ങളങ്ക് ചുടർ ശുദ്ധമാ. മൊക്കവേ ഫരക്കയക്കത ഉരക്കിൽ മിക്ക കസറാതുമാ. അൽഫുകൾ മഹൽഫുദാഫുദുമൈ ഉൽഫവിത്തതു പ്രസിദ്ധമാ. മക്ക മുക്കിയ ഫദിക്കുദിക്ക് ഇறை ഹക്കിൻ ഹക്ക് നബി ഹാത്തിമ, മങ്കം എങ്കുമേ വിളങ്ങി തിങ്കവേ പദങ്ങളങ്ക് ചുടർ ശുദ്ധമാ. ബെണ്ടുകിലെ മക്കമിന്റെ ഇടയിൽ ചിക്കിഫിൻ കൊടികളെ കമാ. ദക്ഷിണം തന്നിലും ചച്ചിമം കഴവ മുച്ചിലും തരി തറയ്ക്കുമാ. ഇക്കു സ്വർഗമിലും മിക്കവർ കൂടൽ മലക്കുകളിടയിലെത്തുമാ. ഇട്ടുകോനിൽ സുജൂദ് വെട്ടി കൺവിര ഇരട്ടി കൊണ്ടവേ ഇലസമാ, കൊണ്ടവേ ഇലസമാ. മക്ക മുക്കിയ ഫദിക്കുദിക്ക് ഇறை ഹക്കിൻ ഹക്ക് നബി ഹാത്തിമ, മങ്കം എങ്കുമേ വിളങ്ങി തിങ്കവേ പദങ്ങളങ്ക് ചുടർ ശുദ്ധമാ. ആമിന ബീവിയിലേക്ക് ഒരിക്കൽ ഒരു പ്രകാശം ഇറക്കപ്പെട്ടു. അതിലവർ ചക്രവാളങ്ങളോളം കണ്ടു. കൂട്ടത്തിലവർ 3 കൊടിയും കണ്ടു. ഒന്ന് തെക്ക്, മറ്റൊന്ന് പടിഞ്ഞാറ്, മറ്റൊന്ന് കഅബത്തിന് മുകളിലും പതിക്കപ്പെട്ടതായ നിലയിലായിരുന്നു. ഭൂലോക സ്ത്രീകളിൽ ചിലരുടെയും സ്വർഗലോക സ്ത്രീകളിൽ ചിലരുടെയും ശുശ്രൂഷയിൽ അവർ പ്രസവിക്കപ്പെട്ടു. ഇളം പൈതൽ അള്ളാഹുവിനെ സ്തുതിച്ചു. ചൂണ്ടുവിരലുകളും തലയും ഉയർത്തി വ്യക്തമായി തക്ബീർ ചൊല്ലി. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൈവദൂതനാണ് എന്ന് അതിശയിപ്പിക്കുമാർ പറഞ്ഞു. മാളങ്ങളിൽ പാർക്കുന്ന പാമ്പുകൾ പോലും അതേറ്റു ചൊല്ലി. നക്ഷത്രങ്ങളും മാലാഖമാരും പക്ഷിയും വീടിനു ചുറ്റും നിരന്നു. സ്വർഗലോകത്തിനും ഭൂലോകത്തിനാകെയും അന്ന് അള്ളാഹു മികച്ച പെരുന്നാളൊരുക്കി. ഉദയാസ്തമയ ചക്രവാളങ്ങൾക്കിടയിലുള്ള സകല ബിംബങ്ങളും തലകുത്തി വീണു. അതേ ബിംബങ്ങളോട് തന്നെ നിഷേധികൾ തങ്ങളുടെ അവലാദികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. രഹസ്യങ്ങൾ കട്ടുകേൾക്കാനുള്ള ഇബ്ലീസിന്റെ ആകാശയാത്രകൾ ചെങ്കോലേറുകൊണ്ട് തടയപ്പെട്ടു. പേർഷ്യൻ രാജാവിൻ്റെ കൊത്തളങ്ങൾ പൊളിഞ്ഞു വീണു. അവർ അട്ടഹസിച്ചു. അഗ്നി ആരാധകരുടെ തീക്കുണ്ടങ്ങൾ അണഞ്ഞു. സാവ തടാകം വറ്റിവരണ്ടു. അങ്ങനെ പതിവ് പ്രയാസങ്ങളൊന്നും കൂടാതെ ആമിന ബീവി ആ കുഞ്ഞിന് ജന്മം നൽകി. നവമിവകളെത്തിരവേ ആമിനബി ഉത്തേ, താൻ മതിയെ ഫെത്തേ കാണും സമയത്തേ. നവമിവകളെത്തിരവേ ആമിനബി ഉത്തേ, താൻ മതിയെ ഫെത്തേ കാണും സമയത്തേ. നറിമുകിലതുണ്ട് ഇശിന്ത് പയ്യലൈ മറിത്തേ, നവ്വിളിയകത്തേ പോതിലൈ ധരിത്തേ. നവമിവകളെത്തിരവേ ആമിനബി ഉത്തേ, താൻ മതിയെ ഫെത്തേ കാണും സമയത്തേ. അവനെ ഉദയസ്തമിടെ ഒക്കെയുമേ ചുറ്റി, അനഫരിൽ നയത്തി ചുരുതിയെ പെടുത്തി. അധികം അറിവിത്തുകളും അഫൾ കനം എത്തി, ഫോയ്സകൾ ചീർത്തി ചെയ്ത കണൈ ബാത്തി. നവമിവകൾ
നവമിവകൾ എത്തിരവേ ആമിനബി ഉത്തേ താൻ മദീഫത്തെ കാണും സമയത്തെ. ആമിന ബീവി പറയുന്നു, ഞാൻ പൈതലിനെ പ്രസവിച്ച നേരത്തെ ഒരു വെള്ള മുകിൽ ഇറങ്ങി വന്നു. അത് പൈതലിനെ പൊതിഞ്ഞു, ചക്രവാളങ്ങളിലേക്ക് കൊണ്ടുപോയി പലരെയും കാണിച്ചു, പ്രസിദ്ധപ്പെടുത്തി. ഒരു നിമിഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പൈതൽ ഒരു പച്ചപ്പട്ടിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. കസ്തൂരിയേക്കാൾ മുന്തിയ സുഗന്ധം. ഈ അത്ഭുതങ്ങളുമായി കഴിയുന്ന കാലത്താണ് 3 അംഗങ്ങളുള്ള ഒരു ചെറു സംഘം വീട്ടിലേക്ക് വരുന്നത്. അതിലൊന്നാമൻ്റെ കൈവശം ഒരു കിണ്ടി ഉണ്ടായിരുന്നു. രണ്ടാമൻ വശം പച്ച മരതകം കൊണ്ടുള്ള തളികയും, മൂന്നാമൻ വശം വെൺപട്ടിൽ പൊതിഞ്ഞ് ചുരുട്ടിയ മട്ടിൽ കത്തിത്തിളങ്ങുന്ന മരതകവും. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തളിർമേനി കിണ്ടിയിലെ വെള്ളം കൊണ്ട് 7 തവണ കഴുകി. വെൺപട്ടിൽ പൊതിഞ്ഞ മുദ്ര പ്രവാചക തിരുമേനിയുടെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് ചുമലിൽ ആദരവോടെ പതിച്ചു. അപ്പോൾ ഒരു പക്ഷി അദ്ദേഹത്തെ ചിറകിലെടുത്തു പറന്നു. കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. തിരുപ്പിറവിയിൽ അബൂലഹബിനുണ്ടായ ഒരു അനുഭവം ഏതാനും വിരുദ്ധങ്ങളിലൂടെ. മുഹിബ്ബുനൂർ തിരുമതി ഫിറവി കഥമൊളിന്തതാകിയ സിറി സുവൈബത്തിന് മുക്കമ്മലാരിലെ അക്കമ്മുൽ തോന്നിയും ഒരുമ്മ കൂറിനതാൽ അബുലഹബിലെ നരികിറെ കൊടും മകൾ കുറെ ദിനമോടു ബരക്കും രാമദിനാൾ. മുഹിബ്ബുനൂർ തിരുമതി ഫിറവി കഥമൊളിന്തതാകിയ സിറി സുവൈബത്തിന് മുക്കമ്മലാരിലെ അക്കമ്മുൽ തോന്നിയും ഒരുമ്മ കൂറിനതാൽ അബുലഹബിലെ നരികിറെ കൊടും മകൾ കുറെ ദിനമോടു ബരക്കും രാമദിനാൾ. ഭഗിത്തതായി ഫിടിവിര സുവത്തിടെ ഭുജിക്കുവാൻ ഒരു കുടിയമുതുറ്റമേ. ഭഗിത്തതായി ഫിടിവിര സുവത്തിടെ ഭുജിക്കുവാൻ ഒരു കുടിയമുതുറ്റമേ. ഭഗുത്തമാകവെ തരിത്തതായി കനവകത്തിനില്ലബ്ബാസ് തുരയത് മദതുകൾ കഥ കഥ വിവിധമേ പലരിലും ഭവിക്കവേ ഹബ്ബാൻ. മുഹിബ്ബുനൂർ തിരുമതി ഫിറവി കഥമൊളിന്തതാകിയ സിരി സുവൈബത്തിന് മുക്കമ്മലാരിലെ അക്കമ്മുൽ തോന്നിയും ഒരുമ്മ കൂറിനതാൽ അബുലഹബിലെ നരികിറെ കൊടും മകൾ കുറെ ദിനമോടു ബരക്കും രാമദിനാൾ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടുള്ള സന്തോഷം അബൂലഹബിനെ അറിയിച്ചത് അടിമ സ്ത്രീയായ സുവൈബത്തുൽ അസ്ലമിയെയായിരുന്നു. തിരുനബിയുടെ പിറവിയിൽ സന്തോഷം തോന്നിയ അബൂലഹബ് അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ അയാൾക്ക് നരകത്തിൽ ആ ദിവസം കൊടും ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കുന്നു. കുടിക്കാൻ ഒരു കവിൾ വെള്ളം ചൂണ്ടുവിരലിനടിയിലൂടെ ഒഴുകി വരും. ഈ ഗുണകഥ അബ്ബാസ് എന്നവർ കിനാവിൽ കാണുന്നുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്ന രാവിൽ സന്തോഷം പ്രകടിപ്പിച്ച കാരണത്താൽ ഖുർആൻ കെടുത്തി പറഞ്ഞ ഒരു നിഷേധിക്ക് നരകത്തിലെ കൊടും ശിക്ഷയിൽ നിന്നും വലിയ ഇളവ് ലഭിക്കുന്നുവെങ്കിൽ ആ രാവിൽ സന്തോഷിച്ച് അവിടത്തേക്ക് സമയവും അധ്വാനവും ചെലവിടുന്ന ഒരു വിശ്വാസിക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് എന്തു പറയാൻ? അയൽവാസികളെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി നല്ല ഭക്ഷണം നൽകി ആദരവോടെ ബഹുമാനത്തോടെ പ്രിയം പ്രകടിപ്പിക്കുക. അള്ളാഹു നമ്മയൊക്കെ യഥാർത്ഥ മുഹബ്ബീങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അക്ഷരങ്ങൾ, വാക്കുകൾ, പാടിയും പറഞ്ഞും ന്യൂജൻ മ്യൂസിക്കിയൻ പാട്ടും